2024 ഇലക്ഷനിൽ NDAക്ക് കിട്ടിയ വോട്ട് ഷെയർ 43.6%. NDAക്ക് എന്ന് പറയുമ്പോൾ സഖ്യ കക്ഷികൾക്ക് എല്ലാം കൂടി കിട്ടിയത്. ഇന്ത്യ സഖ്യത്തിന്, ഇന്ത്യ ബ്ലോക്കിന് കിട്ടിയതാണെങ്കിലോ 41.4%. മമതാ ബാനർജിയുടെ വോട്ടും കൂടി ചേർത്തതാണ് ഇത്. ഇനി UPയിൽ ആര് PM ആകണം സർവേ നടത്തി. അതായത് ഇലക്ഷന് തൊട്ട് മുൻപാണ് UPയിൽ ആര് പ്രധാനമന്ത്രിയാകണം എന്നുള്ള ഒരു സർവേ നടത്തിയത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് 32% പേരാണ് മോദി വീണ്ടും, ഇത് UPയിലാണ് ഈ സർവേ നടത്തിയതെന്ന് ഓർക്കണം. അപ്പൊ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു 32% പേർ മോദി വീണ്ടും പ്രധാനമന്ത്രിയാകണം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു. 36% പേർ ആർക്കാണ് വോട്ട് ചെയ്തതെന്നറിയാമോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന് പറഞ്ഞു. അപ്പൊ രാഹുൽ ഗാന്ധിയെ ആരും പ്രധാനമന്ത്രി ആയിട്ട് ഉയർത്തി കാണിച്ചിട്ടില്ല, ഇന്ത്യ ബ്ലോക്ക് ഉയർത്തി കാണിച്ചിട്ടേ ഇല്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു സർവേ നടത്തുകയും ആ സർവേയില് ഇതുപോലെയുള്ള ഒരു റിസൾട്ട് വരികയും ചെയ്തത്. അപ്പൊ ഇലക്ഷന് മുൻപ് തന്നെ ഭൂരിപക്ഷം ജനങ്ങളും ഇദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്തിരുന്നു. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഹിന്ദുത്വ അജണ്ടയിലൂന്നി, അതായത് ആദ്യത്തെ 2 ഭരണവും ഹിന്ദുത്വ അജണ്ടയിലൂന്നി തന്നെ റാം ടെമ്പിൾ കൊണ്ടുവരും, അത് പൂർത്തിയാക്കും എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ജയിച്ചത്. അതിന് ഏൽക്കേണ്ടി വന്ന തിരിച്ചടികൾ, അതിനേൽക്കേണ്ടി വന്ന തിരിച്ചടികളിലേക്ക് ഞാൻ വരുന്നു. രണ്ടാമത്, തൊഴിലില്ലായ്മ. അതായത് ഇവരുടെ നീതി ആയോഗിന്റെ പഠനം തന്നെ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നു. ഇന്ത്യയിൽ വലിയ തോതില്, അതായത് 9% മുതൽ 11% വരെ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു. വനിതകളുടെ തൊഴിലില്ലായ്മ അതിലും വലുതാണ് എന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്ക് വന്നപ്പോൾ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് 83% എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ തൊഴിലില്ലായ്മ വലിയ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വിലക്കയറ്റം, പ്രത്യേകിച്ച് ഭക്ഷ്യവിലക്കയറ്റം. ഈ അടുത്തിട ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ പഠനം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ പഠനം വന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭക്ഷ്യവിലക്കയറ്റം 8.73% എത്തി നിൽക്കുന്നു എന്നാണ്. അതായത് ദുർവഹമായ ഭക്ഷ്യവിലക്കയറ്റം നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, അതായത് തൊഴിലില്ലായ്മയും കൂടി ഉണ്ടെങ്കിൽ ജീവിതം എത്ര ദുഷ്കരമായി തീരും. പാവപ്പെട്ടവരുടെ ജീവിതം അക്കാര്യം ആരും കാണുന്നില്ല എന്നാണ്. അതിന്റെ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് ഈ പ്രാവശ്യം, അതായത് BJPക്ക് അല്ലെങ്കിൽ BJP സഖ്യത്തിനും NDA സഖ്യത്തിനും ഈ പ്രാവശ്യം ഇത്രയധികം സീറ്റ് കുറഞ്ഞു പോകേണ്ടി വന്നത്. അപ്പോ നമുക്ക് നോക്കാം, ഈ ഇന്ത്യയിൽ ഉണ്ടായ പ്രധാനമന്ത്രിമാരുടെ എല്ലാവരുടെയും, അവർ പ്രധാനമന്ത്രിയായ സമയത്ത് അവരുടെ പാർട്ടിയുടെ വോട്ട് ഷെയർ ഇവിടെ പറയുന്നില്ല. 2 പേരെ മാത്രം വെറുതെ, അതായത് രാഹുൽ ഗാന്ധിയുടെ അച്ഛനായതുകൊണ്ട് രാജീവ് ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും വോട്ട് ഷെയർ, രാജീവ് ഗാന്ധി 2 പ്രാവശ്യം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റിരുന്നു. മോദി ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പൊ 1984 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് എത്രയായിരുന്നു ഇന്ത്യയിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഷെയർ? 72.18%. 1989 അദ്ദേഹം 2ാം പ്രാവശ്യം പ്രധാനമന്ത്രിയായത്. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഷെയർ 50.22%. അതുപോലെ നമ്മൾ നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്യുമ്പോൾ 2019 അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ 45.22% എന്നാൽ 2024 ആയപ്പോൾ എത്രയാണെന്ന് നോക്ക്, 13.49% വോട്ട് ഷെയർ ആണ്. അതായത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം വന്ന പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയറോടുകൂടി പ്രധാനമന്ത്രിയാകുന്ന ആളാണ് നരേന്ദ്രമോദി. അപ്പൊ അങ്ങനെ നരേന്ദ്രമോദി വോട്ട് ഷെയറിലേക്ക് വരുമ്പോൾ നാം എന്താ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം ഈ 3ാം ഊഴത്തിൽ വന്നപ്പോൾ ആദ്യ 2 ഊഴങ്ങളിലും മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇവിടെ നടത്തിയ പ്രസ്താവനകൾ, ഇവിടെ നടത്തിയ പ്രചാരണങ്ങളൊക്കെ ഭാഗികമായോ പൂർണ്ണമായോ കള്ളമായിരുന്നു. അല്ലെങ്കിൽ
വലിയ അളവ് വരെ കള്ളമായിരുന്നു. അതായത് ജനങ്ങൾക്ക് അനുഭവഭേദ്യമാകാത്തത് കൊണ്ടാണ് അവർ വോട്ട് മറിച്ച് ചെയ്യേണ്ടി വന്നത്. ഈ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് വേണ്ട, ഈ ഭരണം ഞങ്ങൾക്ക് വേണ്ട എന്ന്. അതുകൊണ്ടാണ് 13.49% വോട്ട് ഷെയർ കൊണ്ട് ഭരണത്തിലേറേണ്ടി വന്നത് അദ്ദേഹത്തിന്.